എസ്തെറ്റിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വൃത്തിയായി കഴുകിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് മസാല നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 4 പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് 3 സവോള അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റുക. സവാള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കുക. സവാള ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് ഇളക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിക്കൊണ്ടിരിക്കുക. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായി ഇളക്കി കഴിഞ്ഞ് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറോളം വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1/2 ഗ്ലാസ് തൈര് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഉപ്പ് മതിയാണെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.